ഹായ് എവരി വൺ. ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്കറിയാം, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻ കേരള വാട്ടർ അതോറിറ്റി പരീക്ഷ ഇനി അടുത്തെത്തി. അപ്പോൾ ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് കെമിസ്ട്രിയിലെ പോളിമേഴ്സ് എന്ന ഭാഗത്തെ വളരെ പ്രധാനപ്പെട്ട ചില മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സും, അതായത് ആ മോഡ്യൂൾ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് റിവൈസ് ചെയ്താലോ. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എല്ലാ സിലബസിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ, വളരെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഭാഗങ്ങൾ, അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം, ആ പോയിന്റ്സ് എല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് റിവൈസ് ചെയ്യാം. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു സെഷനിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പോളിമേഴ്സിന്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്നൊന്ന് ചെക്ക് ചെയ്താലോ. യെസ്, അപ്പോൾ ആദ്യം തന്നെ എന്താണ് പോളിമേഴ്സ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ പോളിമേഴ്സ് എന്ന് പറയുന്നത് വളരെ വലിയ മോളിക്കുലർ വെയിറ്റ് ഉള്ള മോണോമേഴ്സ്, റിപ്പീറ്റഡ് ആയിട്ട് മോണോമർ യൂണിറ്റുകൾ, അതായത് ചെറിയ മൈക്രോ മോളിക്യൂൾസ് ആണ് മോണോമേഴ്സ്. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ മോണോമേഴ്സിന്റെ റിപ്പീറ്റഡ് അഡീഷൻ വഴി രൂപപ്പെടുന്ന മാക്രോ മോളിക്യൂൾസിനെ വിളിക്കുന്ന പേരാണ് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പോളിമേഴ്സിന്റെ പ്രത്യേകത തന്നെ അതാണ്, പോളിമേഴ്സിന് ഹൈ മോളിക്കുലാർ വെയിറ്റ് ആണ്. ഓക്കെ, ഇനി ഈ ഒരു പ്രോസസ്സിനെ, പോളിമർ രൂപപ്പെടുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിമറൈസേഷൻ. അതും പറയുന്നുണ്ട്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എഥിലീൻ പോളി എഥിലീൻ ആയിട്ട് മാറുന്ന ആ ഒരു പ്രോസസ് അവിടെ സ്കീമാറ്റിക് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഒരു എഥിലീൻ മോളിക്യൂൾ അറിയാമല്ലോ, അതിൽ CHല് C2H4 ആണ്. അപ്പൊ C2H4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഒരു അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആണ്. രണ്ട് ബോണ്ട്, കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഒരു ഡബിൾ ബോണ്ട് ആണുള്ളത്. അപ്പൊ ഇവിടെ പോളിമറൈസേഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക, നമുക്ക് ആ ഡയഗ്രത്തിൽ നിന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഫസ്റ്റ് ആ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ആ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ആ രണ്ട് കാർബണിലും ഓരോ വാലൻസി വീതം ഫ്രീ ആവും. ആ ഫ്രീ ആവുന്ന വാലൻസികളിലേക്ക് വീണ്ടും ഇതേ എഥിലീൻ മോളിക്യൂൾസിന്റെ റിപ്പീറ്റഡ് മോണോമർ യൂണിറ്റുകൾ ഇങ്ങനെ ആഡ് ചെയ്ത് വലിയൊരു മാക്രോ മോളിക്യൂൾ രൂപപ്പെടുന്നു. ആ മാക്രോ മോളിക്യൂളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിയെഥിലീൻ. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് പോളിമറൈസേഷൻ എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, അതാണ് പോളിമറൈസേഷൻ. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സിൽ നമുക്ക് പല രീതിയിൽ പോളിമേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ബേസ്ഡ് ഓൺ ഒറിജിൻ, അതിന്റെ ഒറിജിൻ ബേസ് ചെയ്തിട്ട്, അതുപോലെ ബേസ്ഡ് ഓൺ ദ സ്ട്രക്ചർ, അതുപോലെ ബേസ്ഡ് ഓൺ ദ തേർമൽ ബിഹേവിയർ, ഇങ്ങനെയൊക്കെ നമുക്ക് പോളിമേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ ഇതൊക്കെ ഒരു മേജർ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ അതിൽ ബേസ്ഡ് ഓൺ ഒറിജിൻ നമുക്ക് പോളിമേഴ്സിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം. ഇവിടെ നോക്കൂ, പോളിമേഴ്സിനെ നാച്ചുറൽ, സെമി സിന്തറ്റിക് ആൻഡ് സിന്തറ്റിക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ആ പേരിൽ നിന്ന് തന്നെ അതിന്റെ മീനിങ് നമുക്ക് ക്ലിയർ ആണ്. നാച്ചുറലി നമുക്ക് കിട്ടുന്ന പോളിമേഴ്സ്. എക്സാമ്പിൾ ആയിട്ട് റബ്ബർ, സെല്ലുലോസ്, പ്രോട്ടീൻസ്, ഇതെല്ലാം നാച്ചുറൽ പോളിമേഴ്സ് ആണ്. ഓക്കെ, രണ്ടാമത്തേത് സെമി സിന്തറ്റിക് പോളിമേഴ്സ്. സെമി സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയൽസിൽ നിന്ന് തന്നെ നമുക്ക് സിന്തറ്റിക് ആയിട്ടുള്ള മെത്തേഡ്സ് വഴി രൂപപ്പെടുത്തുന്നവ രണ്ടും ഉണ്ട്. അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് റയോൺ, സെല്ലുലോസ് അസറ്റേറ്റ് പോലുള്ളവ. സെല്ലുലോസ് അസറ്റേറ്റ് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. ഇനി അടുത്തത് സിന്തറ്റിക് പൂർണ്ണമായിട്ടും കെമിക്കൽ റിയാക്ഷൻസ് വഴി, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും മാൻമെയ്ഡ് ആയിട്ടുള്ളത്. എക്സാമ്പിൾ PE പോളിയെഥിലീൻ, അതുപോലെ PVC പോളിവിനൈൽ ക്ലോറൈഡ്, PET, അതുപോലെ നൈലോൺ, ഇതെല്ലാം സിന്തറ്റിക് ആണ്. ഈ എക്സാമ്പിൾ നമുക്ക് നോക്കി വെച്ചേക്കണം. എക്സാമ്പിളിൽ നിന്ന് നമുക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ധാരാളം എക്സാമ്പിൾസ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് എല്ലാം നമ്മൾ റിവിഷന്റെ കൂടെ, ഈ റിവൈസ് ചെയ്യുന്നതിന്റെ കൂടെ പറഞ്ഞു പോകും. ഇനി അടുത്തത് ബേസ്ഡ് ഓൺ ദ സ്ട്രക്ചർ. പോളിമേഴ്സിനെ മൂന്നായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ലീനിയർ, മറ്റൊന്ന് ബ്രാഞ്ച്, അടുത്തത് ക്രോസ് ലിങ്ക്ഡ്, ഇങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ലീനിയർ പോളിമർ, അതിന്റെ പേര് തന്നെയുണ്ട്, HDPE, നൈലോൺ എന്നിവയാണ് അതിന്റെ എക്സാമ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ്. എക്സാമ്പിൾസ് നോക്കി വെച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ലീനിയർ പോളിമേഴ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒന്നിന് പുറകിൽ ഒന്നായിട്ട് മോണോമേഴ്സ് ഒരു ലൈൻ ആയിട്ട് എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. അതാണ് ലീനിയർ പോളിമേഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സിനെ ലീനിയർ പോളിമറൈസേഷൻ എന്ന് പറയും. അടുത്തത് ബ്രാഞ്ച്ഡ് പോളിമേഴ്സ് എന്ന് പറയുമ്പോൾ ഇതേപോലെ ഒരു ലൈൻ അല്ലെങ്കിൽ ലീനിയർ സ്ട്രക്ചേഴ്സിൽ അവിടെ ആയിട്ട് ചില ബ്രാഞ്ചുകൾ ഉണ്ടാവും. ആസ് യു ക്യാൻ സീ ഇൻ ദ ഫിഗർ, ആ ഫിഗറിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പൊ ഇത്തരം പോളിമേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രാഞ്ച്ഡ് പോളിമേഴ്സ്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് LDPE എക്സാമ്പിൾ ആയിട്ട് പറയാം. അടുത്തത് ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ് ആണ്. രണ്ട് ലീനിയർ പോളിമർ ചെയിനുകൾ തമ്മിൽ ഇതുപോലുള്ള ലിങ്കിങ്സ് ഉണ്ടാവും. ഇതിനെയാണ് ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ബേക്കലൈറ്റ് പറയാം, എപ്പോക്സി പറയാം. ഇതെല്ലാം അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, ഇനി അതിന്റെ തെർമൽ ബിഹേവിയറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പോളിമേഴ്സിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിന് എക്സാമ്പിൾ ആണ് ഒന്ന് തെർമോ പ്ലാസ്റ്റിക്, മറ്റൊന്ന് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. തെർമോ പ്ലാസ്റ്റിക്കിന്റെ പ്രത്യേകത റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ഹീറ്റ് ചെയ്യുകയും ചെയ്യാം, അതിനെ കൂൾ ചെയ്യുകയും ചെയ്യാം. ഹീറ്റ് ചെയ്യുമ്പോൾ അത് സോഫ്റ്റ് ആവും, കൂൾ ചെയ്യുമ്പോൾ അത് വീണ്ടും ഹാർഡൻ ആവും. എക്സാമ്പിൾ ആയിട്ട് PVC ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് തെർമോ പ്ലാസ്റ്റിക്കിന്, അല്ലെ? PVC ഹീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അത് സോഫ്റ്റ് ആവും. ഇനി കുറച്ചു നേരം കൂൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാർഡ് ആവും. വീണ്ടും നമുക്ക് ഹീറ്റ് ചെയ്യാം, അപ്പോൾ അത് സോഫ്റ്റ് ആവും. ഇങ്ങനെ എത്ര തവണ വേണോ നമുക്ക് ആ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. അതിനെ വിളിക്കുന്ന പേരാണ് തെർമോ പ്ലാസ്റ്റിക്സ്. ഓക്കെ, സോഫ്റ്റ് ഓൺ ഹീറ്റിംഗ്, ഹാർഡൻസ് ഓൺ കൂളിംഗ്. ഓക്കെ, ആ ഒരു പ്രോസസ്സ് റിവേഴ്സിബിൾ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ റീമോൾഡ് ചെയ്യാൻ പറ്റും, അതിനെ ക്യാൻ ബി റീമോൾഡഡ്. ക്ലിയർ? അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് PP, PVC ഇതെല്ലാം നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, പോളിയെഥിലീൻ, പോളിപ്രൊപ്പൈലീൻ, അതുപോലെ PVC, പോളിവിനൈൽ ക്ലോറൈഡ്, ഇതൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇനി അടുത്ത തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ വൺസ് അത് പെർമനന്റ്ലി ഹാർഡൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചൂട് കൊടുത്ത് എന്താക്കാൻ പറ്റില്ല, വീണ്ടും കൂൾ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ റീമെൽറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. റീമോൾഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത്തരത്തിലുള്ള പോളിമേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്ലാസ്റ്റിക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. എക്സാമ്പിൾ ആയിട്ട് ബേക്കലൈറ്റ് ആണ് നമ്മുടെ ഈ കുക്ക് വെയർസിന്റെ ഒക്കെ ഹാൻഡിലൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതും, അതുപോലെ ഈ സ്വിച്ച് ബോർഡിലെല്ലാം യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് ഒക്കെ ബേക്കലൈറ്റ്സ് ആണ്. അപ്പോൾ ആ ബേക്കലൈറ്റ്, അതുപോലെ എപ്പോക്സി, ഇതെല്ലാം തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ എക്സാമ്പിൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, എക്സാമ്പിൾ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് കോപോളിമേഴ്സ് എന്താണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ കോപോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ മെയിൻ ആയിട്ടുള്ള പോയിന്റുകളെ ഫോക്കസ് ചെയ്തിട്ട് വളരെ ചുരുങ്ങിയ ഒരു സമയത്ത് നമ്മൾ അത് റിവൈസ് ചെയ്ത് പോവുകയാണ്. അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ട് ഉണ്ട്, അതിലെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് പോയിന്റ്സ് മാത്രമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ കോപോളിമേഴ്സ് എന്ന് പറയുമ്പോൾ ഫോംഡ് ഫ്രം 2 or more ഡിഫറെന്റ് മോണോമേഴ്സ്, രണ്ടോ അതിലധികമോ വ്യത്യസ്തമായിട്ടുള്ള മോണോമറുകൾ ചേർന്ന് രൂപപ്പെടുന്ന ആൾക്കാരെയാണ് കോപോളിമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പോളിയെഥിലീൻ നമ്മൾ കണ്ടില്ലേ? ആ പോളിയെഥിലീനില് ആ എല്ലാ മോണോമർ യൂണിറ്റുകളും ആര് തന്നെയാണ്? പോളിയെഥിലീൻ തന്നെയാണ്. പക്ഷേ കോപോളിമേഴ്സിൽ അങ്ങനെയല്ല, വ്യത്യസ്തമായിട്ടുള്ള മോണോമറുകൾ ചേർന്നാണ് ഇവ രൂപപ്പെടുന്നത്. ഓക്കെ, അപ്പോ അതിനെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ടൈപ്സ് ആയിട്ട് നമുക്ക് തരംതിരിക്കാം. അപ്പോ അതില് റാൻഡം, ഓൾട്ടർനേറ്റിംഗ്, ബ്ലോക്ക്, ഗ്രാഫ്റ്റ് എന്നിങ്ങനെ തരംതിരിക്കാം. ഓക്കെ, അപ്പൊ ആ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ആണ്. റാൻഡം എന്ന് പറയുമ്പോൾ ഈ മോണോമറുകൾ എവിടെയെങ്കിലും ഒക്കെ കയറിയിരിക്കും, അതിനൊരു ഓർഡർ ഇല്ല. ആൾട്ടർനേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മോണോമർ, അതിനൊരു പാറ്റേൺ ഉണ്ട്. ആസ് യു ക്യാൻ സീ ഹിയർ, അവിടെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. ആ ഫിഗറിൽ നിന്ന് തന്നെ ക്ലിയർ ആവും. ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത ബ്ലോക്ക്, അത് കഴിഞ്ഞ് അടുത്ത ബ്ലോക്ക്, അത് കഴിഞ്ഞ് അടുത്ത ബ്ലോക്ക്, ഇങ്ങനെ ഓൾട്ടർനേറ്റിംഗ് പാറ്റേണിൽ തന്നെയാണ്. പക്ഷെ ഒന്നിലധികം മോണോമറുകൾ ചേർന്ന് ഓരോ ബ്ലോക്ക് ഉണ്ടാവും. ആ ബ്ലോക്കുകളാണ് ഇവിടെ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്നത്. ഗ്രാഫ്റ്റ് പോളിമർ എന്ന് പറയുമ്പോൾ അതിൽ ഒരെണ്ണം ലീനിയർ ആയിരിക്കും, അതിൽ മറ്റൊരെണ്ണം ഗ്രാഫ്റ്റ് ആയിട്ട് അതിൽ കൂടെ ഒരു ബ്രാഞ്ച് പോലെ ഇങ്ങനെ വരുന്നതാണ് ഗ്രാഫ്റ്റ് പോളിമർ. ആ ഡെഫിനിഷൻ കൊടുത്തിട്ടില്ല, ആ ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ടാക്ടിസിറ്റി. അപ്പൊ ടാക്ടിസിറ്റി എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് ഓഫ് സൈഡ് ഗ്രൂപ്പ്സ് എലോങ് പോളിമർ ചെയിൻ. അപ്പൊ കോപോളിമറിനുള്ളതാണ് ടാക്ടിസിറ്റി. വ്യത്യസ്തമായിട്ടുള്ള ഗ്രൂപ്പുകൾ, വ്യത്യസ്തമായിട്ടുള്ള മോണോമർ ഗ്രൂപ്പുകൾ ഇവിടെ ഉണ്ടെങ്കിൽ ആ മോണോമർ ഗ്രൂപ്പുകളുടെ അറേഞ്ച്മെന്റിനെ പറ്റി പറയുന്ന ഒരു ടേം ആണ് ടാക്ടിസിറ്റി. ഓക്കെ, അപ്പോ ടാക്ടിസിറ്റി 3 തരം ടാക്ടിസിറ്റി ഉണ്ട്. അതിൽ ഒന്നാമത്തത് ഐസോടാക്റ്റിക് ആണ്, അടുത്തത് സിൻഡിയോടാക്റ്റിക് ആണ്, അടുത്തത് എറ്റാക്റ്റിക് ആണ്. അപ്പൊ ഐസോടാക്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് സെയിം സൈഡ് ആണ്. ഓക്കെ, ഓരോ മോണോമേഴ്സും അല്ലെങ്കിൽ ആ സെയിം ഗ്രൂപ്പുകൾ സെയിം സൈഡിൽ. അപ്പൊ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആയിരിക്കും ഇത്തരം പോളിമേഴ്സിന് ഉണ്ടാവുക. അത് ക്രിസ്റ്റലൈൻ ആയിരിക്കും. അപ്പൊ ആ ക്രിസ്റ്റലൈൻ ആ ഒരു കോഡ് വേർഡുകൾ മാത്രം ഇങ്ങനെ നോക്കിയാൽ മതി ഏറ്റവും ലാസ്റ്റ് ടേമിലത്തേക്ക്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് റിവിഷനിലേക്ക് ആ കോഡ് വേർഡുകൾ മാത്രം നോക്കിയാലും ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. ഇനി അടുത്ത സിൻഡിയോടാക്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഓൾട്ടർനേറ്റിംഗ് ആയിട്ട് ഈ സൈഡ് ചെയിൻ ഒന്ന് മുകളിലാണെങ്കിൽ ഒന്ന് താഴെ, അതുപോലെ ആ ഫിഗറിൽ നിന്ന് ക്ലിയർ ആണ്. ഇത്തരത്തിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്നു എങ്കിൽ സിൻഡിയോടാക്റ്റിക്. അടുത്തത് എറ്റാക്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ
ഒരു പെർട്ടിക്കുലർ ഓർഡറില്ല, ഇറ്റ്സ് എ റാൻഡം അറേഞ്ച്മെന്റ്. ഒരു റാൻഡം അറേഞ്ച്മെന്റ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ചിലപ്പോൾ 2 മുകളിലായിരിക്കും 3 താഴെയായിരിക്കും, അങ്ങനെ ഒരു റാൻഡം അറേഞ്ച്മെന്റ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് ഒക്കെ വെച്ച് പറയാം, ഇത്തരത്തിലൊരു അറേഞ്ച്മെന്റ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ടാക്ടിക് എന്ന് പറയുന്നത്. അപ്പൊ ടാക്ടിസിറ്റി എന്ന് പറയുന്ന ഒരു ടേം എന്താണ് എന്നുള്ള കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില പോയിന്റ്സ് ആണ്. ഇമ്പോർട്ടന്റ് പോയിന്റ്സിൽ പോളിമേഴ്സ് ആർ വെരി ഹൈ മോളിക്കുലാർ മാസ് നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ ദേ ആർ ജനറലി പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഹീറ്റും ഇലക്ട്രിസിറ്റിയും അധികം കണ്ടക്ട് ചെയ്യാറില്ല, പുവർ കണ്ടക്ടേഴ്സ് ആണ്. അതിൽ എക്സെപ്ഷൻസ് ഉണ്ട്. ഇനി മോസ്റ്റ് പോളിമേഴ്സ് ആർ ലൈറ്റ് വെയിറ്റ്, ടഫ് ആൻഡ് കെമിക്കലി റെസിസ്റ്റന്റ്. ഓക്കെ, ലൈറ്റ് വെയിറ്റ് ആണ്, ടഫ് ആണ്, കെമിക്കലി റെസിസ്റ്റന്റ് ആണ്, അധികം ആരുമായിട്ടും റിയാക്ഷൻ കാണിക്കാറില്ല. അടുത്തത് പോളിമേഴ്സ് ക്യാൻ ബി നാച്ചുറലി ഒക്കറിംഗ് ഓർ മാൻ മെയ്ഡ്, നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ആ പോയിന്റ്സ് എല്ലാം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റും ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റുമാണ് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ അഥവാ ടി ജി എന്ന് പറയുന്നത്. ഓക്കെ, ടി ജി അഥവാ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതായത് ഹാർഡ് ആയിട്ടുള്ള ഗ്ലാസി ആയിട്ടുള്ള പോളിമർ ഓക്കെ സോഫ്റ്റ് ആൻഡ് റബ്ബറി ആയിട്ട് മാറുന്ന ആ ഒരു ടെമ്പറേച്ചർ. വളരെ ഹാർഡ് ആയിട്ടുള്ള പോളിമർ, നല്ല കട്ടി ഉണ്ടായിരിക്കും, അതിനൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും, റിജിഡ് ആയിരിക്കും. ആ പോളിമറിനെ നമുക്ക് സോഫ്റ്റ് ആൻഡ് റബ്ബറി ആക്കി മാറ്റാനായിട്ട് പറ്റും. അപ്പൊ ഹാർഡ് ഗ്ലാസി ആയിട്ടുള്ള മെറ്റീരിയൽസിനെ നമുക്ക് എന്താക്കാനായിട്ട് പറ്റും? സോഫ്റ്റ് റബ്ബറി ആക്കി മാറ്റാൻ പറ്റും. അവിടെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ എത്രയാണ് അതിനാവശ്യമായിട്ടുള്ള ഏറ്റവും താഴ്ന്ന ടെമ്പറേച്ചർ, അതിനാവശ്യമായിട്ടുള്ള ഏറ്റവും മിനിമം ടെമ്പറേച്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസിഷൻ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ അഥവാ ടി ജി. ഓക്കെ, അപ്പൊ ഒരു ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചറിന് താഴെ ഒരു പോളിമർ എന്തായിരിക്കും? ഹാർഡ് ആയിരിക്കും. ഓക്കെ, ഇനി ഒരു ടി ജി എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടി ജിക്ക് മുകളിൽ അത് എന്തായിരിക്കും? സോഫ്റ്റും ഫ്ലെക്സിബിളും ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ വ്യത്യാസം. അപ്പൊ നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെ സാധ്യതയുള്ള അടുത്ത ഒരു ഏരിയയാണ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് അഫക്ട് ടി ജി. ഈ ടി ജിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? അത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം ഫ്ലെക്സിബിൾ ചെയിൻസ്. ഓക്കെ, ചെയിൻസ് ഫ്ലെക്സിബിൾ ആണെങ്കിൽ ഓക്കെ ചെയിൻസിന്റെ ഫ്ലെക്സിബിലിറ്റി കുറയുന്നതിനനുസരിച്ച് ടി ജിയും കുറയും. ആ ഒരു സ്കീമാറ്റിക് ആയിട്ടുള്ള ഡയഗ്രത്തിൽ അത് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. റിജിഡ് ചെയിൻസ് ആണെങ്കിൽ അതിന്റെ ടി ജി കൂടും. ഓക്കെ, അടുത്തത് പ്ലാസ്റ്റിസൈസേഴ്സ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ അവിടെ ടി ജി കുറയും. ഓക്കെ, ഐസോടാറ്റിക് ആൻഡ് സിൻഡിയോടാറ്റിക് സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ അത് കൂടുന്നതിനനുസരിച്ച് ടി ജി കൂടും. ഓക്കെ, എക്ടാറ്റിക് ആണെങ്കിൽ ടി ജി കുറയും. ക്രോസ് ലിങ്കിങ് ഉണ്ടെങ്കിൽ ടി ജി കൂടും. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് ക്ലിയർ ആണ്, ആ ഒരു ഡയഗ്രത്തിൽ നിന്ന് ക്ലിയർ ആണ് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചറും അതുമായിട്ട് ബന്ധപ്പെട്ട അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സും, അത് ഏത് കൂടുമ്പോൾ ഏത് കുറയും എന്നുള്ള കാര്യവും നമുക്ക് ഇപ്പോൾ ക്ലിയർ ആണ് അല്ലെ? യെസ്. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ടേബിൾസ് ആണ്. ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത് ധാരാളം പോളിമേഴ്സ്, നമുക്ക് വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള ധാരാളം പോളിമേഴ്സും അതിന്റെ യൂസുകളുമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ പോളിമേഴ്സ് ആയിട്ട് LDPE, HDPE, PP, PVC, PS, PMM, PT, നൈലോൺ 6, 6, പോളികാർബണേറ്റ്, ABS, SBR, നാച്ചുറൽ റബ്ബർ, പോളിയൂറത്തീൻ, അതുപോലെ എപ്പോക്സി, ഇത്രയും പോളിമേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ യൂസുകളാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ യൂസുകൾക്കാണ് അത് പ്രധാനമായിട്ടും ഉപയോഗിക്കുക, അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ യൂസുകൾ അറിഞ്ഞിരിക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ടേബിൾ പഠിച്ചിരിക്കുക. ഓക്കെ, ഇനി കുറച്ച് പോളിമേഴ്സിന്റെ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. ഇത് ജസ്റ്റ് ഈ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ അത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്. അപ്പോ എത്രത്തോളം ടെമ്പറേച്ചർ കൊടുത്താൽ നമുക്ക് ഇതിനെ ഹാർഡൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇതിനെ സോഫ്റ്റൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഒരു കമ്പാരിസൺ. ഇപ്പോ LDPE, HDPE ഒക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് പറ്റും, കാരണം അതിന്റെ ട്രാൻസിഷൻ ടെമ്പറേച്ചർ വളരെ കുറവാണ് അല്ലേ? പക്ഷേ പോളിസ്റ്റൈറീനൊക്കെ ആണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ്, ഇവിടെ ടി ജി നമ്മളെ ഡിഗ്രി സെൽഷ്യസിലാണ് കൊടുത്തിട്ട്, അപ്പൊ 100 ഡിഗ്രി സെൽഷ്യസോളം വരും. ഓക്കെ, ഇനി പോളി കാർബണേറ്റ് ആണെങ്കിൽ 145, 150 ഡിഗ്രി സെൽഷ്യസോളം കൊടുക്കേണ്ടി വരും അതിനെ സോഫ്റ്റ് ആക്കാനായിട്ട്. അപ്പൊ ആ ഒരു എന്താ പറയാ, ആ ഒരു വാല്യൂ, ഒരു ഏകദേശ വാല്യൂ നമുക്ക് അറിഞ്ഞിരുന്നാൽ മതി. അല്ല എക്സാക്ട് ഇതിന്റെ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എത്ര, ഇതിന്റെ ടി ജി വാല്യൂ എത്ര, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം. എന്നാൽ നമുക്കൊരു കമ്പാരിറ്റീവ് സ്റ്റഡി, അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടേബിൾ നമുക്ക് യൂസ് ചെയ്യാം.
അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ രണ്ട് ടേബിൾസും തന്നിരിക്കുന്നത്. ഏകദേശം എല്ലാ പോളിമറിന്റെയും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കാം. ഫോർ എക്സാമ്പിൾ അത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അതിൽ നിന്ന് ഒരുപക്ഷെ ക്വസ്റ്റ്യൻസ് വന്നേക്കാം. ഓക്കെ, ടി ജി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഭാഗമാണ്. അവിടെ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ ആദ്യത്തെ ഒരു ഭാഗത്ത് ചെയ്യാനുള്ള. ഈ മൊഡ്യൂളിനെ നമുക്ക് സൗകര്യാർത്ഥം റിവിഷൻ ചെയ്യാനുള്ള സൗകര്യാർത്ഥം നമ്മൾ 6 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഓരോ പാർട്ടിന്റെയും ചെറിയ ചെറിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഫസ്റ്റ് പാർട്ടിൽ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ഓക്കെ, ഇനിയും കാര്യങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം നമുക്ക് ഈ ഒരു റിവിഷൻ സെഷനിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. യെസ്, അപ്പോ വിച്ച് പോളിമർ ഹാസ് ദ ഹയസ്റ്റ് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ? ഇതിൽ ഏത് പോളിമറിനാണ് ഏറ്റവും കൂടുതൽ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഉള്ളത് എന്നാണ് ചോദ്യം. അപ്പോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി പോളിസ്റ്റൈറീൻ ആണ്. അപ്പൊ സ്റ്റൈറീനിൽ എന്തുകൊണ്ടാണ് ഈ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ കൂടിയതിന് കാരണം? പോളിസ്റ്റൈറീനിന്റെ സ്ട്രക്ചർ എല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുണ്ട്. ഓക്കെ, അപ്പൊ അത് ഈ ഒരു സെഷനിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോ ആ പോളിസ്റ്റൈറീനിന്റെ സ്ട്രക്ചർ നോക്കുക. അപ്പൊ സ്ട്രക്ചർ നോക്കുമ്പോഴത്തേക്ക് അതിൽ ഫിനൈൽ സൈഡ് ഗ്രൂപ്പ് കാണാം. ഓക്കെ, ഫിനൈൽ സൈഡ് ഗ്രൂപ്പ്സ് കാണാം. ഈ ഫിനൈൽ സൈഡ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ ജനറലി ബൾക്കി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പൊ ഈ ബൾക്കി ഗ്രൂപ്പ്സ് ഇങ്ങനെ സൈഡുകളിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മൊബിലിറ്റിനെ റെസ്ട്രിക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ മൊബിലിറ്റി റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ട്രാൻസിഷൻ ടെമ്പറേച്ചറിനെ അല്ലെങ്കിൽ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചറിനെ അഫക്ട് ചെയ്യുന്ന 6ഓളം ഫാക്ടേഴ്സ് പഠിച്ചു. അപ്പൊ മൊബിലിറ്റിനെ ആരെ റെസ്ട്രിക്ട് ചെയ്യും? ഈ ബൾക്കി ആയിട്ടുള്ള സൈഡ് ചെയിനുകൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ മൊബിലിറ്റി കുറയും. മൊബിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കൂടും. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ഹയസ്റ്റ് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഇതിൽ ആർക്കാണെന്നാണ്. അപ്പോ ഹയസ്റ്റ് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഈസ് ഫോർ പോളിസ്റ്റൈറീൻ. ഓക്കെ, അപ്പൊ അതാണ് ഒന്നാമത്തെ ചോദ്യം. അതിന്റെ ആൻസറും അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യം, ദ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഓഫ് എ പോളിമർ മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ. ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ക്രിസ്റ്റലൈനിറ്റി ഓൺലി, molecular weight alone, degree of polymerization only, chain flexibility and intermolecular force. ഓക്കെ, അപ്പൊ ഈ ഓൺലി എലോൺ അതൊന്നും അല്ല, 6ഓളം ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ തന്നെ നമുക്കറിയാം എന്താണ്? ഓപ്ഷൻ ഡി തന്നെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഓപ്ഷൻ ഡി. എന്താണ്? ചെയിൻ ഫ്ലെക്സിബിലിറ്റിയും ഇന്റർമോളിക്കുലാർ ഫോഴ്സും അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് തന്നെയാണ്. ആ 6 ഇതെല്ലാം സബ് ഫാക്ടേഴ്സ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഒക്കെ ഒരുപാട് കൂടിയിരുന്നാൽ ട്രാൻസിഷൻ ടെമ്പറേച്ചറും കൂടുതലായിരിക്കും. കാരണം അതിനെ സോഫ്റ്റ് ആക്കണ്ടേ, അതല്ലേ ട്രാൻസിഷൻ ടെമ്പറേച്ചർ. അപ്പോ ലോജിക്കലി ആൻസർ ആ ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ആ ഒരു ലോജിക്ക് കറക്റ്റ് ആയാൽ നമുക്ക് ഈസി ആയിട്ട് അതിന്റെ ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോ ആൻസർ എന്താണ്? ചെയിൻ ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ in free radical addition polymerization, the initiation step involves. Free radical and addition polymerization initiation step involves എന്താണെന്നാണ്? The formation of radical from initiator, rearrangement of polymer backbone, termination of growing chains, reaction between two monomer molecules. അപ്പൊ ആദ്യം ഇനിസിയേഷൻ സ്റ്റെപ്പ് ആണ്. ഇനിസിയേഷൻ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ അവിടെ തുടങ്ങണം. അപ്പൊ ഫ്രീ റാഡിക്കൽ അഡിഷൻ പോളിമറൈസേഷനിൽ റാഡിക്കലുകൾ ഫോം ചെയ്യണം. റാഡിക്കലുകൾ വൺസ് ഫോം ചെയ്ത് കഴിഞ്ഞാലല്ലേ ആ റാഡിക്കൽ പിന്നെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ റാഡിക്കൽ ആഡ് ചെയ്ത് കഴിഞ്ഞാലല്ലേ അവിടെ പോളിമറൈസേഷൻ നടക്കുള്ളൂ. യെസ്, അപ്പോ ഇവിടെ ആ റാഡിക്കൽ ഉണ്ടാവണം, അതുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോ റാഡിക്കൽ ഉണ്ടാവുക എന്നുള്ള ആ ഒരു കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ അല്ലേ? ഫോർമേഷൻ ഓഫ് റാഡിക്കൽ ഫ്രം ആൻ ഇനിഷിയേറ്റർ. ഒരു ഇനിഷിയേറ്ററിൽ നിന്നും ഒരു റാഡിക്കൽ ഫോം ചെയ്യുക. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള റാഡിക്കലുകൾ ഫോം ചെയ്തുകൊണ്ട് ആ റാഡിക്കലുകൾ പരസ്പരം കമ്പൈൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? ഈ പോളിമറൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ഗ്രോത്ത് നടക്കുക. ഇതാണ്. ഓക്കെ, യെസ്, അപ്പോ അതാണ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ടെർമിനേഷൻ ബൈ കോമ്പിനേഷൻ ഇൻ ഫ്രീ റാഡിക്കൽ പോളിമറൈസേഷൻ ഒക്കേഴ്സ് വെൻ. ഓക്കെ, ടെർമിനേഷൻ ബൈ കോമ്പിനേഷൻ ഇൻ ഫ്രീ റാഡിക്കൽ പോളിമറൈസേഷൻ ഒക്കേഴ്സ് വെൻ എന്നാണ് ചോദ്യം. അപ്പൊ ഓപ്ഷൻസ് ആയിട്ട് ഹൈഡ്രജൻ അബ്സ്ട്രാക്ഷൻ, റാഡിക്കൽ റിയാക്ട് വിത്ത് സോൾവെന്റ്, ടു ഗ്രോയിങ് ക്രിസ്റ്റൽ ചെയിൻ ഫോം എ സിംഗിൾ ഡെഡ് പോളിമർ ചെയിൻ,
ചെയിൻ ട്രാൻസ്ഫർ ടു പോളിമർ. ഇവിടെയും നമുക്ക് കോഡ് വേർഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. നമുക്ക് ടോപ്പിക് അറിഞ്ഞിരിക്കണമെന്നേ ഇല്ല, എന്താണെന്ന് പോലും പോളിമർ വായിക്കണമെന്ന് പോലും ഇല്ല. ഇവിടെ ടെർമിനേഷൻ എന്ന് കണ്ടല്ലോ, അതായത് അവസാനിക്കണം. ഓക്കെ, അപ്പൊ അവസാനിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഗ്രോയിങ് റാഡിക്കൽ ചെയിൻ ഫോം എ സിംഗിൾ ഡെഡ് പോളിമർ. ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്നാൽ, അതായത് ഈ റാഡിക്കൽ ചെയിനുകൾ ഒന്നിന് പുറകിൽ ഒന്നായിട്ട് ഇങ്ങനെ ആഡായി പൊയ്ക്കൊണ്ടിരുന്നാൽ പോളിമറൈസേഷൻ പ്രൊസീഡ് ചെയ്തുകൊണ്ടേയിരിക്കുള്ളൂ. ഇതെവിടെയെങ്കിലും നിൽക്കണ്ടേ? യെസ്. അപ്പോ രണ്ട് ഗ്രോയിങ് റാഡിക്കലുകൾ അല്ലെങ്കിൽ റാഡിക്കൽ ചെയിനുകൾ പരസ്പരം എന്ത് ചെയ്യുക? അവര് പരസ്പരം ഒന്നിക്കുക. അവര് പരസ്പരം ഒന്നിച്ചുകൊണ്ട് ഒരു ഡെഡ് പോളിമർ ചെയിൻ രൂപപ്പെടുക. അവിടെ അത് നിൽക്കണം. ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ വെച്ച് നിൽക്കണം, ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. എന്നാലേ അത് ടെർമിനേഷൻ ആവുള്ളൂ. ഒരു പോളിമറൈസേഷൻ നടക്കുന്നത് പ്രധാനമായിട്ട് 3 സ്റ്റെപ്പുകൾ വഴിയാണ്. അത് രണ്ടാമത്തെ പാർട്ടിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിസിയേഷൻ, പ്രൊപ്പഗേഷൻ, ടെർമിനേഷൻ. ഇതാണ് 3 പാർട്ടുകൾ. അതിൽ ടെർമിനേഷൻ നടക്കുന്ന സമയത്ത് ഒരു ഡെഡ് പോളിമർ ചെയിൻ രൂപപ്പെട്ടിരിക്കണം, അല്ലെങ്കിൽ വീണ്ടും അത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോ ഇതിന്റെ ഓപ്ഷൻ, കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരിക എന്താണ്? ഓപ്ഷൻ സി തന്നെയല്ലേ? ഓപ്ഷൻ സി, ടു ഗ്രോയിങ് റാഡിക്കൽ ചെയിൻസ് ഫോം എ സിംഗിൾ ഡെഡ് പോളിമർ ചെയിൻ ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഫാക്ടർ വിൽ ഡിക്രീസ് ദ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ TG ഓഫ് എ പോളിമർ? ഞാൻ പറഞ്ഞില്ലേ, ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതിന്റെ വളരെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഫോക്കസ് പോയിന്റ് ആണ്. ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ, വിച്ച് ഫാക്ടർ വിൽ ഡിക്രീസ് ദ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഓഫ് എ പോളിമർ? ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ കുറയ്ക്കുന്ന ഫാക്ടർ ഏതാണെന്നാണ്. ഓക്കെ, ബൾക്കി സൈഡ് ചെയിൻ ഗ്രൂപ്പ് അല്ല. സൈഡ് ചെയിൻ ഗ്രൂപ്പുകൾ വന്നു കഴിഞ്ഞാൽ, മുമ്പേ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞതല്ലേ, സൈഡ് ചെയിൻ ഗ്രൂപ്പുകൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ മൊബിലിറ്റി കുറയും. മൊബിലിറ്റി കുറയുമ്പോൾ ട്രാൻസിഷൻ ടെമ്പറേച്ചർ കൂടുകയല്ലേ വേണ്ടത്? ഇവിടെ ക്വസ്റ്റ്യൻ ട്രാൻസിഷൻ ടെമ്പറേച്ചർ കുറയ്ക്കുന്ന ആയിരുന്നല്ലേ? യെസ്. രണ്ടാമത്തത് ഇൻക്രീസ്ഡ് ക്രിസ്റ്റലൈനിറ്റി. തെറ്റാണ്. അതും ലോജിക്കലി നമുക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ കൂടിക്കഴിഞ്ഞാൽ അത്രത്തോളം കോമ്പാക്ട് ആണ്, അത്രത്തോളം പാക്ഡ് ആണത്. അപ്പൊ അതിനെ ഒന്ന് സോഫ്റ്റ് ആക്കാൻ കുറെ അധികം ടെമ്പറേച്ചർ നമുക്ക് കൊടുക്കേണ്ടി വരും. സോ സെക്കൻഡ് ഓപ്ഷനും തെറ്റാണ്. 3, അഡിഷൻ ഓഫ് പ്ലാസ്റ്റിസൈസേഴ്സ്. വെരി ഗുഡ്. അപ്പൊ അത് തന്നെയാണ്, അഡിഷൻ ഓഫ് പ്ലാസ്റ്റിസൈസേഴ്സിന്റെ അഡീഷൻ ആണ് എന്തിന് കാരണം? ഇവിടെ ഈ ഒരു മൊബിലിറ്റിക്ക് കാരണം പ്ലാസ്റ്റിസൈസേഴ്സ് കൂടുന്തോറും ട്രാൻസിഷൻ ടെമ്പറേച്ചർ കുറയാണ് ചെയ്യുന്നത്. അടുത്ത ക്രോസ് ലിങ്കിങ്, ഇൻക്രീസ്ഡ് ക്രോസ് ലിങ്കിങ്. അതും തെറ്റാണ്, നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതും ഒക്കെ തെറ്റാണ്. ക്രോസ് ലിങ്കിങ് കൂടിക്കഴിഞ്ഞാൽ അവിടെ വീണ്ടും എന്താവും? ഡെൻസിറ്റി കൂടിയ പോളിമേഴ്സ് അല്ലേ രൂപപ്പെടൂ. ഇത് ക്രോസ് ലിങ്ക് ചെയ്താൽ അവിടെ വീണ്ടും ലിങ്കുകൾ വരികയാണ്. ഈ ലിങ്കുകൾ ഒന്ന് ലൂസൺ ആക്കിയാൽ എന്ത് ചെയ്യുള്ളൂ? അതിന് സോഫ്റ്റ് ആൻഡ് റബ്ബറി ആക്കാനായിട്ട് പറ്റുള്ളൂ. ആ ടെമ്പറേച്ചർ അല്ലേ ട്രാൻസിഷൻ ടെമ്പറേച്ചർ. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ലോജിക്കലിയും ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ അതാണ് ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം. 6ാമത്തെ ചോദ്യം, degree of polymerization in addition polymerization is mainly affected by monomer purity, termination and chain transfer reaction, initiator efficiency, backbone rigidity. ഇത്രയുമാണ് ആൻസേഴ്സ് ആയിട്ട് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഡിഗ്രി ഓഫ് പോളിമറൈസേഷൻ ഇൻ അഡിഷൻ റിയാക്ഷൻ മെയിൻലി അഫക്റ്റഡ് ബൈ, എത്രത്തോളം പോളിമറൈസേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് ടെർമിനേഷൻ ആൻഡ് ചെയിൻ ട്രാൻസ്ഫർ റിയാക്ഷനെ ഡിപ്പെൻഡ് ചെയ്തല്ലേ ഇരിക്കുക. ഓക്കെ, അപ്പോ ഇനിഷ്യേറ്ററിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ആ ഒരു ഇനിസിയേഷൻ സ്റ്റെപ്പ് മാത്രമേ അതിന് എയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ഡിഗ്രി ഓഫ് പോളിമറൈസേഷന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ബാക്ക് ബോൺ റിജിഡിറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടർ അല്ല. മോണോമറിന്റെ പ്യൂരിറ്റി, അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോ എവിടെ വെച്ചാണ് ടെർമിനേഷൻ നടക്കുന്നത്? ഓക്കെ, അപ്പോ ആ ടെർമിനേഷൻ അല്ലേ ഒരു പോളിമറൈസേഷന്റെ ഡിഗ്രിയെ ഡിറ്റർമിൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറഞ്ഞാല്. യെസ്, അപ്പോ ടെർമിനേഷൻ ആൻഡ് ചെയിൻ ട്രാൻസ്ഫർ റിയാക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി. ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാം. യെസ്, അപ്പോ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് കാറ്റയോണിക് പോളിമറൈസേഷൻ. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒന്നാമത്തേത് കാറ്റയോണിക് പോളിമറൈസേഷൻ ആണ്. അപ്പൊ കാറ്റയോണിക് പോളിമറൈസേഷന്റെ ഡെഫിനിഷൻ നോക്കാം. ദ ചെയിൻ ഗ്രോത്ത് പോളിമറൈസേഷൻ വിത്ത് എ കാർബോ കാറ്റയോൺ ആസ് ദ ആക്റ്റീവ് സെന്റർ. അപ്പൊ ഇവിടെ ആക്റ്റീവ് സെന്റർ, പോളിമറൈസേഷൻ എയ്ഡ് ചെയ്യുന്ന ഒരു ആക്റ്റീവ് സെന്റർ ഒരു കാർബോ കാറ്റയോൺ ആണ്. അതായത് കാർബണിൽ പ്ലസ് ചാർജ് വരുന്ന ഒരു കാർബോ കാറ്റയോൺ ആണ് ഇവിടെ ആക്റ്റീവ് സെന്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ യൂസ്ഡ് ഫോർ ഇലക്ട്രോൺ റിച്ച് മോണോമേഴ്സ്. അപ്പൊ ഇലക്ട്രോൺ റിച്ച് മോണോമേഴ്സ് ആണെങ്കിൽ ഇഷ്ടംപോലെ ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവ് അല്ലേ? അപ്പോ ഈ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് എവിടെയാ വരിക? പോസിറ്റീവ് ചാർജിലേക്കാണ് വരിക.
അല്ലെ? യെസ്. അപ്പോ ആ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള മോണോമേഴ്സിനാണ് ഇവിടെ കാറ്റോണിക് പോളിമറൈസേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇനിഷ്യേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. H2SO4, HClO4, BF3, AlCl3, TiCl4 ഒക്കെ ഇതിന്റെ ഇനിഷ്യേറ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മോണോമേഴ്സ് പഠിച്ചു വെച്ചിരിക്കുക. സ്യൂട്ടബിൾ മോണോമേഴ്സ് ആരൊക്കെയാണ്? ഐസോബ്യൂട്ടൈലീൻ, വിനൈൽ ഈതേഴ്സ്, സ്റ്റൈറീൻ, ആൽഫ മീഥൈൽ സ്റ്റൈറീൻ, ഇതൊക്കെ എക്സാമ്പിൾ ആണ്. ഇനി അതിന്റെ മെക്കാനിസം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇനിസിയേഷൻ, പ്രൊപ്പഗേഷൻ, ടെർമിനേഷൻ, അങ്ങനെ 3 പ്രോസസ്സ് അല്ലെങ്കിൽ 3 സ്റ്റെപ്പ് വഴിയാണ് പോളിമറൈസേഷൻ നടക്കുന്നത്. അവിടെ ഇനിസിയേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? H+ അല്ലെങ്കിൽ ഒരു ലൂയിസ് ആസിഡ് ഈ ഒരു H+ എന്നൊരു കാർബോ കാറ്റയോൺ ഫോം ചെയ്യിക്കുന്നു. ഓക്കെ, ഇനി ഈ കാർബോ കാറ്റയോണിലേക്ക് അപ്പോ ആക്റ്റീവ് സെന്റർ ഉണ്ടായി, ഒരു പ്ലസ് ചാർജ് ഉള്ളതാ ഇവിടെ H+ വന്നിട്ട് എന്ത് ചെയ്യുന്നു? H+ വന്നിട്ട് ദാ ഇവിടെ ഒരു കാർബോ കാറ്റയോൺ രൂപപ്പെടുത്തുന്നു. ഈ ബോണ്ടിനെ ബ്രേക്ക് ചെയ്ത് ഒരു കാർബോ കാറ്റയോൺ രൂപപ്പെടുത്തുന്നു. അപ്പൊ അവിടെ ദാ ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ആക്റ്റീവ് സെന്റർ ഉണ്ടായി. ആ ആക്റ്റീവ് സെന്ററിലേക്ക് ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള മോണോമറുകൾ പോസിറ്റീവ് ചാർജിലേക്കല്ലേ അട്രാക്ട് ആവുള്ളൂ. അപ്പൊ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള മോണോമറുകൾ ഈ ആക്റ്റീവ് സെന്റേഴ്സിലേക്ക് വരുന്നു. അപ്പൊ ഇതാണ് അവിടുത്തെ റിയാക്ഷൻ അല്ലെങ്കിൽ അവിടുത്തെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്, ആ പ്രോസസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പരിശോധിക്കുകയാണെങ്കിൽ ഇത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ്. റിക്വയർസ് ഡ്രൈ ലോ ടെമ്പറേച്ചർ കണ്ടീഷൻ. അടുത്ത സെൻസിറ്റീവ് ടു ഇംപ്യൂരിറ്റീസ്. അടുത്ത ചെയിൻ ട്രാൻസ്ഫർ ഈസ് കോമൺ. ഓക്കെ, ഇവിടെ ചെയിൻ ട്രാൻസ്ഫർ കോമൺ ആണ്. ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ഓർത്തു വെക്കേണ്ടത്, ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആനയോണിക് പോളിമറൈസേഷൻ. അപ്പൊ ഇവിടെ ആക്റ്റീവ് സെന്റർ എന്ന് പറയുന്നത്, ഞാൻ ഡെഫിനേഷൻ പൂർണ്ണമായിട്ട് വായിക്കുന്നില്ല. ഇവിടെ ആക്റ്റീവ് സെന്റേഴ്സ് എന്ന് പറയുന്നത് ഒരു C-, ഒരു കാർബാനയോൺ ആയിരിക്കും. നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു കാർബാനയോൺ ആയിരിക്കും ഇവിടെ ആക്റ്റീവ് സെന്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കുക, അല്ലെ? സോ യൂസ്ഡ് ഫോർ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് മോണോമേഴ്സ്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള മോണോമേഴ്സ് നേരത്തെ ഓപ്പോസിറ്റ് ആണ്. അവിടെ ഇലക്ട്രോൺ റിച്ച് ആയിരുന്നത് ഇവിടെ എന്തായി? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയി. ഇനി അടുത്തത് ഇതിന്റെ ഇനിഷ്യേറ്റേഴ്സ് ആയിട്ട് നമുക്ക് N-ബ്യൂട്ടൈൽ ലിഥിയം, BuLi എന്ന് പറയുന്നത് നോർമൽ ബ്യൂട്ടൈൽ ലിഥിയം ആണ്. ഇനി അടുത്തത് NaNH2 സോഡമൈഡ്, അതുപോലെ സോഡിയം, പൊട്ടാസ്യം, ഇതെല്ലാം നമുക്ക് ഇതിന്റെ ഇനിഷ്യേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഇനി അതിന്റെ സ്യൂട്ടബിൾ മോണോമേഴ്സ് ആയിട്ട് വരുന്നത് സ്റ്റൈറീൻ, ബ്യൂട്ടാഡയീൻ, അക്ലോനൈട്രിൽ, മീഥൈൽ മിഥാക്രിലേറ്റ് എന്നിവ, MMA എന്ന് പറയുന്ന മീഥൈൽ മിഥാക്രിലേറ്റ് ഒക്കെ നമുക്ക് എന്തിനു യൂസ് ചെയ്യാം? ഇവിടെ സ്യൂട്ടബിൾ മോണോമർ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ മെക്കാനിസം എന്ന് പറയുന്നത് ആദ്യം കാർബോനയോണിന്റെ ഫോർമേഷൻ നടക്കുക. ആസ് യു ക്യാൻ സീ ഹിയർ ഒരു കാർബാനയോണിന്റെ ഫോർമേഷൻ നടക്കുന്നു. ആ കാർബോനയോണിലേക്ക് കൂടുതൽ മോണോമേഴ്സ് ആഡ് ചെയ്യുന്നു. ബിക്കോസ് കാർബാനയോൺ ഈസ് ദ ആക്റ്റീവ് സെന്റർ. അപ്പൊ അതിലേക്ക് മോണോമേഴ്സിന്റെ അഡിഷൻ നടക്കുന്നു. ശേഷം അതിന്റെ ടെർമിനേഷൻ നടക്കുന്നു. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് അതിന്റെ ആ ഒരു പ്രോസസ് നടക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഈ ഒരു രണ്ട് ടൈപ്പ് ഓഫ് പോളിമറൈസേഷന്റെയും, അതായത് കാറ്റോണിക് ആൻഡ് ആനയോണിക് പോളിമറൈസേഷന്റെ വളരെ പ്രധാനപ്പെട്ട ഡിഫറൻസുകൾ ഇവിടെ ഒരു സമ്മറി പോലെ ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്താൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, അതിന്റെ ഒരു സമ്മറി. ക്ലിയർ? യെസ്. അപ്പോ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഇനി അടുത്തത് സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷൻ എന്താണ് എന്നാണ് പഠിക്കാനായിട്ട് പോകുന്നത്. സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷൻ. അപ്പൊ സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഡെഫിനിഷൻ തന്നെ, സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷൻ ഇസ് ദ പ്രോസസ് ഇൻ വിച്ച് ദ ബൈ ഫങ്ഷണൽ ഓർ മൾട്ടി ഫങ്ഷണൽ മോണോമേഴ്സ് റിയാക്ട് സ്റ്റെപ്പ് വൈസ് ടു ഫോം പോളിമേഴ്സ്. അപ്പൊ ഇവിടെ ബൈ ഫങ്ഷണലോ മൾട്ടി ഫങ്ഷണലോ ആയിട്ടുള്ള മോണോമറുകൾ കൂടിച്ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു പോളിമർ രൂപപ്പെടുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷൻ ചില റിയാക്ഷനുകളിൽ ചെറിയ ചില മോളിക്യൂൾസിന്റെ എലിമിനേഷൻ നടക്കാറുണ്ട്. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് ഇതാ അവിടെ തന്നിട്ടുണ്ട് ബൈ ഫങ്ഷണൽ അല്ലെങ്കിൽ പോളി ഫങ്ഷണൽ ആയിട്ടുള്ള ഗ്രൂപ്പ്സിന്റെ അഡിഷൻ. ഇതാണ് സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷൻ. അപ്പോൾ ഇതിന്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷൻ ഒരു ആക്റ്റീവ് സെന്ററിന്റെ ആവശ്യമില്ല. നോ ആക്റ്റീവ് സെന്റർ റിക്വയർഡ്. അടുത്തത് എനി മോളിക്യൂൾ ക്യാൻ റിയാക്ട് വിത്ത് എനി അതർ. ആർക്ക് വേണോ മറ്റാരുമായിട്ടോ റിയാക്ട് ചെയ്യാം. ഹൈ മോളിക്കുലാർ വെയിറ്റ് ഫോംസ് ഓൺലി അറ്റ് 95 to 99 കൺവേർഷൻ. ഓക്കെ, പെർസെന്റേജ് കൺവേർഷൻ. അടുത്തത് യൂസ് ബൈ ഫങ്ഷണൽ ഓർ പോളി ഫങ്ഷണൽ മോണോമേഴ്സ്. പറഞ്ഞ പോയിന്റ്, മേ എലിമിനേറ്റ് സ്മോൾ മോളിക്യൂൾസ്. ഞാൻ പറഞ്ഞ പോലെ കണ്ടൻസേഷൻ പോളിമറൈസേഷനിൽ നടക്കുന്ന പോലെ, കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള മോണോമറുകൾ കൂടിച്ചേർന്ന് ഒരു പോളിമർ ആയിട്ട് രൂപപ്പെടും. ആ പോളിമറുകൾ രൂപപ്പെടുന്ന സമയത്ത് ചെറിയ 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 മോളിക്യൂൾ, വാട്ടർ പോലെ ചെറിയ മോളിക്യൂൾസ് എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്യപ്പെടും. അപ്പൊ ഇതാണ് കണ്ടൻസേഷൻ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോ ഇതിന്റെ മെക്കാനിസം എന്ന് പറയുന്നത് ആദ്യം മോണോമർ പ്ലസ് മോണോമർ, അതായത് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള മോണോമർ അല്ലേ, ബൈ ഫങ്ഷണൽ മോണോമേഴ്സ് അല്ലേ, അല്ലെങ്കിൽ പോളി ഫങ്ഷണൽ മോണോമേഴ്സ് അല്ലേ, അവർ ചേർന്നിട്ട് എന്ത് രൂപപ്പെടുന്നു, ഡൈമർ രൂപപ്പെടുന്നു. ഡൈമർ എന്ന് പറയുമ്പോൾ രണ്ടുപേരുള്ളത്, ആ ഡൈമർ ചേർന്നിട്ട് ട്രൈമർ രൂപപ്പെടുന്നു. ആ ഡൈമറും ട്രൈമറും കൂടി ചേർന്നിട്ട് ഒരു പോളിമർ രൂപപ്പെടുന്നു. അപ്പോൾ ഇത്തരത്തിൽ നിരവധി ഡൈമറുകളും ട്രൈമറുകളും കൂടി ചേർന്നിട്ട് പോളിമറുകൾ രൂപപ്പെടുന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അവിടെ ഡിഗ്രി ഓഫ് പോളിമറൈസേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. ഡിഗ്രി ഓഫ് പോളിമറൈസേഷൻ അഥവാ ഡി പി ഈസ് ഈക്വൽ ടു 1/1 - p, വേർ p ഈസ് ദ എക്സ്റ്റെന്റ് ഓഫ് റിയാക്ഷൻ. എത്രത്തോളം മോണോമേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മോണോമേഴ്സ് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ റിയാക്ഷൻ ഏകദേശം കംപ്ലീഷനിലേക്ക് എത്തി എന്നാണ് അർത്ഥം. അപ്പോൾ അതിനെയാണ് ഈ എക്സ്റ്റെന്റ് ഓഫ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എന്താണ്, ഡി പി ഈസ് ഈക്വൽ ടു 1/1 - p ആണ് ഇക്വേഷൻ. അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ വെരി ഹൈ കൺവേർഷൻ ഈസ് റിക്വയർഡ് ടു ഒബ്റ്റെയിൻ ഹൈ മോളിക്കുലാർ വെയിറ്റ് പോളിമേഴ്സ്. അപ്പോൾ ഉയർന്ന മോളിക്കുലാർ വെയിറ്റ് ഉള്ള പോളിമേഴ്സ് ലഭിക്കണമെങ്കിൽ വെരി ഹൈ കൺവേർഷനും അവിടെ ആവശ്യമാണ് എന്നുള്ള പോയിന്റും പറയുന്നുണ്ട്. ക്ലിയർ? ഇനി അടുത്തത് ടൈപ്സ് ഓഫ് സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷൻ ആണ്. സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷന്റെ പ്രധാനപ്പെട്ട ടൈപ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അവിടെ പോളി കണ്ടൻസേഷൻ എന്ന് പറയുമ്പോൾ സ്മോൾ മോളിക്യൂൾസ് ആർ എലിമിനേറ്റഡ്. നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ്, H2O, HCl, NH3, CH3OH പോലുള്ള ചെറിയ 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 മോളിക്യൂൾസ് അവിടെ എലിമിനേറ്റ് ആവുന്നു. ഒക്കേഴ്സ് ബിറ്റ്വീൻ ബൈ ഫങ്ഷണൽ ഓർ പോളി ഫങ്ഷണൽ മോണോമേഴ്സ് ഹാവിംഗ് ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പുള്ള ഇത്. അപ്പൊ അത് ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറയുമ്പോഴത്തേക്ക്, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ അതിന് എക്സാമ്പിൾ പറയാം. ബൈ ഫങ്ഷണൽ ഗ്രൂപ്പ് വെച്ചിട്ട് നൈലോൺ 66ന്റെ രൂപപ്പെടുന്നത് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻ സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം, ആ സമയത്ത് നമുക്കത് പറയാം. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പോളിയസ്റ്റർ ഒക്കെ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് അതിന്റെ റിയാക്ഷൻ, എങ്ങനെയാണ് അതിന്റെ റിയാക്ഷൻ നടക്കുന്നതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് പോളി അഡീഷൻ. അപ്പൊ പോളി അഡീഷൻ എന്ന് പറയുമ്പോൾ സ്മോൾ മോളിക്യൂൾസ് ഇവിടെ എലിമിനേറ്റ് ആവില്ല. ഓക്കെ, occurs between monomers with the complementary functional group. ഇവിടെ ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ കോംപ്ലിമെന്ററി, അതിന്റെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണ് ഇവിടെ. സോ ഇവർ തമ്മിൽ ഒരു അട്രാക്ഷൻ വരും. അപ്പൊ അവർ തമ്മിൽ എന്ത് ചെയ്യും, അങ്ങ് കമ്പൈൻ ചെയ്യും. അപ്പൊ ഇത്തരത്തിലാണ് അവിടെ എന്ത് വരുന്നത്, ഒരു ഇന്റർമോളിക്കുലാർ ഫോഴ്സ് വരുന്നത്, ആ മോണോമറുകൾക്കിടയിൽ ഒരു ഫോഴ്സ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ ഒരു മോളിക്യൂളിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട്, അത് എലിമിനേഷന്റെ ആ ഒരു പ്രോസസ്സ് കറക്റ്റ് ആയിട്ട് പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ആ പ്രോസസ്സ് പറയുമ്പോൾ, ആ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ആ ഒരു പ്രോസസ്സ് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ, അപ്പൊ അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. എന്നാലും ഒന്ന് ഓർത്തു വെച്ചിരിക്കുക, ഒരു മോണോമറിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഗ്രൂപ്പാണ് ഇപ്പുറത്തെങ്കിലാണ് ഇവിടെ ഒരു മോളിക്യൂളും എലിമിനേറ്റ് ആവാതിരിക്കുക. ഓക്കെ, ആൻഡ് ദ എൻറ്റയർ മോണോമർ ബിക്കംസ് എ പാർട്ട് ഓഫ് ദ പോളിമർ. ആ മുഴുവൻ മോണോമറുകളും പോളിമറിന്റെ ഒരു പാർട്ടായിട്ട് മാറുന്നു. എക്സാമ്പിൾ ആയിട്ട് പോളിയൂറത്തീൻ, എപ്പോക്സി റെസിൻ ഒക്കെ പറയാം. ഓക്കെ, അപ്പൊ പോളിയൂറത്തീൻ രൂപപ്പെടുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡയോളും ഡൈ ഐസോസൈനേറ്റും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് പോളിയൂറത്തീൻ രൂപപ്പെടുന്ന ആ ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒന്ന് നോക്കുക. ഓക്കെ, റിയാക്ഷൻ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിന്റെ കോൺസെപ്റ്റ് ആണ് പഠിക്കേണ്ടത്, റിയാക്ഷൻ ഒന്നും നമുക്ക് ചോദിക്കില്ല. അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഡിഫറൻസുകളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകളും ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്താലോ? ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഭാഗം. പെട്ടെന്ന് നമ്മൾ പറഞ്ഞു പോവാണ്. ഓക്കെ, അപ്പോ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അഡിഷൻ പോളിമറൈസേഷൻ? അഡിഷൻ പോളിമറൈസേഷന് താഴെ പറയുന്നവയിൽ ഏതാണ് എക്സാമ്പിൾ? നൈലോൺ 66, പോളിയെഥിലീൻ, ബേക്കലൈറ്റ്, പോളിയസ്റ്റർ. നമ്മൾ കണ്ടതല്ലേ, അതിന്റെ ഫസ്റ്റ് പാർട്ടിലെ ക്വസ്റ്റ്യൻ ആണ്. പോളിയെഥിലീൻ അഡിഷൻ പോളിമർ ആണ്. അവിടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യാണ്, പോളിമർ ചെയിനുകൾ ഇങ്ങനെ ആഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നൈലോൺ 66ന്റെ കാര്യം ഇപ്പൊ തന്നെ അങ്ങ് പറഞ്ഞാലോ. ഇവിടെ ആൻസർ പോളിയെഥിലീൻ ആണ്, ഇതാണ് ആൻസർ, ഓപ്ഷൻ ബി ആണ് ആൻസർ. നമുക്ക് ആ നൈലോൺ 66ന്റെ കാര്യം ഇപ്പൊ തന്നെ പറയാം. അപ്പൊ പോളിമറൈസേഷൻ, ചെറിയ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ മനസ്സിലാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാ. ഓക്കെ, നൈലോൺ 66. ഈ നൈലോൺ 66 എന്ന് പറഞ്ഞാൽ അതിന്റെ മോണോമർ എന്ന് പറഞ്ഞാൽ അഡിപ്പിക് ആസിഡും അതുപോലെ ഹെക്സാമെഥിലീൻ ഡൈഅമീനും ആണ്. അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലീൻ ഡൈഅമീനും ആണ് അതിന്റെ മോണോമറുകൾ എന്ന് പറയാം. അപ്പൊ എങ്ങനെയാണ് ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നത്? അഡിപ്പിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അഡിപ്പിക് ആസിഡ് എന്ന് പറയുമ്പോൾ CH2 ഗ്രൂപ്പ് ഒരു 4 പേര് വരും.
ഓക്കെ, 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരു COOH ഗ്രൂപ്പ്. ആസിഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് COOH ആണല്ലോ. ഇതാണ് അഡിപ്പിക് ആസിഡ്. ഓക്കെ, ഇതാണ് അഡിപ്പിക് ആസിഡ്. പ്ലസ് ഹെക്സാമെഥിലീൻ ഡൈഅമീൻ. അമീൻ എന്ന് പറയുമ്പോൾ NH2 ഗ്രൂപ്പാ. ഹെക്സാമെഥിലീൻ, മെഥിലീൻ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ CH2 ഗ്രൂപ്പ്. അത് ഹെക്സ എന്ന് പറഞ്ഞാൽ 6 പ്രാവശ്യം. ഓക്കെ, അപ്പൊ 6 പ്രാവശ്യം മെഥിലീൻ വന്നു, ഹെക്സാമെഥിലീനായി. ഇനി ഡൈ അമീനും കൂടെ വേണം, അതായത് NH2 ഗ്രൂപ്പ് 2 കൂടെ വേണം. NH2, ഇവിടെയും ഒരു NH2. ഓക്കെ, ഇവര് തമ്മിലെ കമ്പൈൻ ചെയ്യുന്ന, അപ്പൊ ഇതെന്താണ്? ഹെക്സാമെഥിലീൻ ഡൈഅമീൻ. HMD എന്ന് ഞാൻ വെറുതെ എഴുതാം. ഓക്കെ, അപ്പൊ ഇവര് തമ്മിൽ എങ്ങനെയാ റിയാക്ഷൻ നടക്കുക? ദാ ഇവിടെ COOH നിന്ന് ആര് പോവും? ഒരു ഒച്ച് മീൻസ് OH പോവും. ഓക്കെ, NH2 നിന്നും ഒരു H പോവും. അപ്പൊ H ഉം ഒച്ചും പോകുന്ന മനസ്സിലാക്കി വെച്ചിരുന്നാ മതി. ഓക്കെ, NH2 2 ഉണ്ട്, 2 ഹൈഡ്രജൻ ഉണ്ട്, അവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ പോവും. ഓക്കെ, അപ്പൊ ഇനി NH ആയി, ഇനി NH മാത്രമേ അവിടെ ഉള്ളൂ. അപ്പൊ H OH ചേർന്നാൽ എലിമിനേറ്റ് ആവുന്ന മോളിക്യൂൾ H2O അല്ലേ? ഒരു H പ്ലസ് ഒരു OH മൈനസും ചേർന്നാൽ H2O അല്ലേ ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ എലിമിനേറ്റ് ആവുന്ന ആരാണ്? H2O. ഒരു ചെറിയ വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ആവും. അപ്പൊ ഇങ്ങനെയാണ് എലിമിനേഷൻ നടക്കുക അല്ലെ? യെസ്. ഇനി എലിമിനേഷൻ നടന്നു കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ എല്ലാം ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്തരത്തില് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ആരൊക്കെയാ? ഈ COOH എല്ലാം. ഇത് നമ്മൾ ഇവിടെ മാത്രം കാണിച്ചതാ. ഇങ്ങനെ ആ എൻറ്റിയർ എത്ര മോണോമറും എത്ര മീൻസ് എത്ര അഡിപ്പിക് ആസിഡും എത്ര HMDയും ഹെക്സാമെഥിലീൻ ഡൈഅമീനും ഉണ്ടോ അതിലെല്ലാം നടക്കുന്ന ഇത് തന്നെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നടക്കുന്നതിന്റെ ഫലമായിട്ട് എല്ലാ കാർബണിൽ നിന്നും OH പോവില്ലേ, അല്ലെങ്കിൽ ഒച്ച് പോവില്ലേ? യെസ്, ബാക്കി CO. ബാക്കി ഇവിടെ എന്താണ്? CH2 4 ടൈംസ്, വീണ്ടും ഇവിടെ CO. ദാ ഇവിടെ ആരാണ്? HN. ദാ അവിടെ ഒരു ലിങ്കിങ് വന്നു, ഇവിടെ നിന്ന് ഒരു വാട്ടർ മോളിക്യൂൾ പോയി. ഓക്കെ, ഒരു H2O പോയി, H2O മോളിക്യൂൾ പോയപ്പോഴത്തേക്ക് COHN ആയിട്ട് മാറി. ബാക്കി വീണ്ടും ഇവിടെ CH2 6 ടൈംസ്, ഹെക്സാമെഥിലീൻ ആണ്. വീണ്ടും ഇവിടെ NH. ഓക്കെ, ഇനി ഇത് അടുത്ത COയുമായിട്ട് ഇങ്ങനെ കൂടിച്ചേരും. അങ്ങനെ കൂടിച്ചേർന്ന് ഇത് N ടൈംസ് ഈ ഒരു പ്രോസസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കും. ഇതാണ് പോളിമറൈസേഷൻ. ഓക്കെ, കണ്ടൻസേഷൻ, പോളിമറൈസേഷൻ. ക്ലിയർ? ഒരു ചെറിയ മോളിക്യൂൾ എലിമിനേറ്റ് ആകുന്ന പ്രോസസ്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ നൈലോൺ 6 അല്ല, അത് പോളിയെഥിലീൻ ആണ്. പോളിയെഥിലീൻ നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി അടുത്തത് സ്റ്റെപ്പ് പോളിമറൈസേഷൻ ജനറലി ഇൻവോൾവ്സ് ഫ്രീ റാഡിക്കൽസ്, അയോണിക് സ്പീഷീസ്, ബൈ ഫങ്ഷണൽ മോണോമേഴ്സ്, ചെയിൻ ട്രാൻസ്ഫർ ഏജന്റ്സ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളത്. അപ്പോ സ്റ്റെപ്പ് പോളിമറൈസേഷൻ അല്ലേ? ബൈ ഫങ്ഷണൽ ഓർ പോളി ഫങ്ഷണൽ മോണോമേഴ്സ്. അപ്പോ അതിന് ഏറ്റവും അടുത്ത ഉത്തരം C ആയതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ C മാർക്ക് ചെയ്യാം. ഓപ്ഷൻ C, ബൈ ഫങ്ഷണൽ മോണോമേഴ്സ് ആണ് നമ്മുടെ ഉത്തരം. ഇനി അടുത്തത് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ബേക്കലൈറ്റ് ഈസ് ഫോംഡ് ബൈ ദ കണ്ടൻസേഷൻ ഓഫ്. നമ്മൾ പറഞ്ഞല്ലോ, അല്ല ബേക്കലൈറ്റിന്റെ കാര്യം പറഞ്ഞില്ല. ബേക്കലൈറ്റ് നമ്മൾ നേരത്തെ അവിടെ സൂചിപ്പിച്ചിരുന്നു. അപ്പൊ ബേക്കലൈറ്റിൽ വരുന്ന മോണോമർ എല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. ബേക്കലൈറ്റ് എഥിലീൻ ഗ്ലൈക്കോളും ടെറിഫ്താലിക് ആസിഡും തമ്മിലാണ്. അതാണ് ഇതിന്റെ മോണോമേഴ്സ്. ബേക്കലൈറ്റിന്റെ മോണോമേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദ്യം. എഥിലീൻ ഗ്ലൈക്കോളും ടെറിഫ്താലിക് ആസിഡും. ഓക്കെ, ക്ലിയർ? അപ്പോ ഈ ബേക്കലൈറ്റ് ഒരു തെർമോസെറ്റിംഗ് പോളിമർ ആണ്. തെർമോസെറ്റിംഗ് മറക്കരുത്, തെർമോസെറ്റിംഗ് പോളിമർ ആണ്. അതായത് ടെമ്പറേച്ചർ കൂടിയാലും കുറഞ്ഞാലും ഇത് വൺസ് ഇത് ഹാർഡൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ റീമെൽറ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്ത റാൻഡം കോപോളിമേഴ്സ് ഹാവ് ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ്, ബ്ലോക്ക് അറേഞ്ച്മെന്റ്, ഇറഗുലർ അറേഞ്ച്മെന്റ് ഓഫ് മോണോമേഴ്സ്, ഗ്രാഫ്റ്റഡ് സൈഡ് ചെയിൻസ്. ഇങ്ങനെയാണ് ചോദ്യം. ഓക്കെ, അപ്പോ C അല്ലേ? റാൻഡം കോമ്പോളിമേഴ്സ് ആണ്. അപ്പൊ തോന്നിയടുത്ത് പോയിരിക്കും എന്നല്ലേ നമ്മൾ പറഞ്ഞത്? ഇറഗുലർ അറേഞ്ച്മെന്റ് ഓഫ് മോണോമേഴ്സ്. അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നൈലോൺ 6 ഈസ് പ്രിപ്പയർഡ് ബൈ ദ കണ്ടൻസേഷൻ ഓഫ്. ഞാൻ ആൻസർ പറയുന്നില്ല, കാരണം നമ്മൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാം. ആൻസർ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ എക്സാമ്പിളും എങ്ങനെയാണ് അതിന്റെ കണ്ടൻസേഷൻ നടക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ള വർക്കാണ്. ഇനി അടുത്തത്, പോളി കണ്ടൻസേഷൻ ഡിഫേഴ്സ് ഫ്രം അഡിഷൻ പോളിമറൈസേഷൻ ബിക്കോസ്. പോളി കണ്ടൻസേഷനും അഡിഷൻ പോളിമറൈസേഷനും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഇറ്റ് റിക്വയേഴ്സ് എ കാറ്റലിസ്റ്റ്. അതിനൊരു കാറ്റലിസ്റ്റ് വേണം. ഇറ്റ് എലിമിനേറ്റ്സ് സ്മോൾ മോളിക്യൂൾസ്. ഇറ്റ് ഫോംസ് തെർമോപ്ലാസ്റ്റിക്സ് ഓൺലി. ഇറ്റ് ഓൾവേസ് അയോണിക്. കുറച്ചെങ്കിലും ലോജിക്കൽ ആയിട്ടുള്ള ഒരേ ഒരു ആൻസറേ ഉള്ളൂ. ഇറ്റ് എലിമിനേറ്റ്സ് സ്മോൾ മോളിക്യൂൾസ്. അതല്ലേ വ്യത്യാസം? ഓക്കെ, ചെറിയ മോളിക്യൂൾസിനെ എലിമിനേറ്റ് ചെയ്യും. ഇവര് ചെറിയ മോളിക്യൂൾസിനെ എലിമിനേറ്റ് ചെയ്യും. അപ്പൊ അതാണ് വ്യത്യാസം. അപ്പോ അതാണ് നമ്മുടെ ഇവിടെ ആൻസർ ആയിട്ട് വരിക. പോളിമേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തെ ഫസ്റ്റ് പാർട്ടാണിത്. ഈ ഒരു പാർട്ടിന്റെ ക്വസ്റ്റ്യൻസും
തുടർന്നുള്ള പാർട്സും നമുക്ക് വരുന്ന വീഡിയോസിൽ പാർട്ട് 2 വീഡിയോയിൽ തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെ വിജയാശംസകളും അറിയിക്കുകയാണ്. താങ്ക്